വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. 3.25 ലക്ഷം പിഴയും ഒടുക്കണം. ശിക്ഷ വിധിച്ചത് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കോടതി. പ്രതി നന്നാകാൻ സാധ്യതയില്ലെന്നും വിലയിരുത്തൽ. സജിതയെ കൊലപ്പെടുത്തിയത് 2019. സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു. ഇടുക്കിയിൽ കനത്ത മഴയിൽ വ്യാപക നാശം. മലവെള്ളപ്പാച്ചിലിൽ വാഹനങ്ങൾ ഒഴുകിപ്പോയി, റോഡുകൾ മുങ്ങി. തൂക്കുപാലം, കൂട്ടാർ മേഖലകളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. എറണാകുളം കോതമംഗലത്ത് കനത്ത മഴയിൽ കുടമുണ്ടപ്പാലം മുങ്ങി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. കോഴിക്കോട് കൂടരങ്ങിയിൽ കിണറ്റിൽ വീണത് പുലി തന്നെയെന്ന് സ്ഥിരീകരിച്ച വനം വകുപ്പ്. പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനം. മറ്റേ ഇപ്പൊ ഞാനീ പറയുന്നത് മറ്റേ SP-ക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരിനെ കൊടുത്തോ. മറ്റേ ഇത് കൊടുത്തിട്ട് ഈ സാധനം കൊടുത്തിട്ട് മറ്റേ ഇതിന്റെ പേരിൽ വേണമെങ്കിൽ ഞാൻ മറ്റേ എൻ്റെ ജീവൻ ത്യാഗിന് ഞാൻ തയ്യാറാണ്. ഞാൻ തൂങ്ങി മരിക്കും. തൃശൂരിൽ അവധി കിട്ടാത്തതിൽ മനം നൊന്ത് പോലീസുകാരൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു. സംഭവം വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ. ജീവനൊടുക്കാൻ ശ്രമിച്ചത് സ്റ്റേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ച ശേഷം. അമ്മയുടെ ശസ്ത്രക്രിയ ഉൾപ്പെടെ മാറ്റിവെക്കേണ്ടി വരുന്നുവെന്ന് സന്ദേശത്തിൽ. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുത്തു. തൃശൂർ ചാലക്കുടി സ്വദേശി പ്രസാദ് ഇ ഡി ശബരിമല മേൽശാന്തി. കൊല്ലം മയ്യനാട് സ്വദേശി MG മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി. നിയോഗത്തിൽ സന്തോഷമെന്ന് നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് ഇ ഡി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരും. പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇന്നു മുതൽ.